മൺസൂണും ചക്കയും മലയാളികൾക്കൊരു ഇമോഷൻ തന്നെയാണല്ലേ. കൂടെ ഒരു ഉഷാറ് പനിയും കൂടെ ആയാൽ ഹൈവ. തിന്നു കിട്ടുന്ന സ്വാദിനേക്കാൾ പങ്കിടുന്ന സ്വാദ് അതൊന്ന് വേറെ തന്നെയല്ലേ. എല്ലാവരുടെ ആഞ്ഞൊരു പിടുത്തം പിടിക്കാനിരുന്നതാ. ഇതത്ര എളുപ്പമല്ല കേട്ടോ. ചക്ക സീസൺ ആയാൽ പിന്നെ ചക്ക കൂട്ടാൻ, ചക്ക അവിയല്, തോരൻ, വെഴുക്ക്, ചക്കയപ്പം. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ചക്ക വരട്ടിയതാട്ടോ. ഞങ്ങളുടെ സ്വന്തം ചക്കജ. നിലത്തൊടാതെ അച്ഛൻ കൊണ്ടുവന്ന തേമ്പരിക്ക പാകമായപ്പോൾ നിർബന്ധിച്ചതിനെ വെട്ടിക്കൂട്ടിച്ചു. കൂട്ടത്തിൽ ഞങ്ങളും കൂടി. ചുളയടർത്തി കുരുമാറ്റി വൃത്തിയാക്കി വെച്ചത് അമ്മ അരിഞ്ഞുകൂട്ടി. എല്ലാം കൂടെ ജാറിലിട്ട് 2 അടി. പിറ്റേന്ന് വീഡിയോയും തൂക്കി വന്നപ്പോൾ അമ്മ അത് അടുപ്പിലാക്കി. ശർക്കര പാനിയാക്കിയതും അത് അടുപ്പിലാക്കിയതും കാണിക്കാൻ ഒരാൾ ഉറക്കമെണീറ്റ് വരുന്നത് അമ്മയുണ്ടോ അറിയുന്നു. പിന്നെ പോയി കുറച്ച് ഇളക്കി. വേറൊരാൾ വന്നത് തട്ടിപ്പറിച്ചു. നിനക്ക് നാക്കിട്ടിളക്കാനല്ലേ അറിയാവൂ എന്നൊരു ഡയലോഗും. സംഭവം സത്യമായതുകൊണ്ടും ജോലി ചെയ്യാൻ തീരെ മടിയില്ലാത്തതുകൊണ്ടും ഞാൻ സൈഡായി. ഇടയ്ക്കിടയ്ക്ക് നെയ്യിട്ട് അടി തൊടാതെ ഇളക്കണം. ഇടയ്ക്കിടയ്ക്ക് ചട്ടുകം മാറ്റി ഇളക്കുമ്പോൾ വാങ്ങിക്കൊണ്ടുപോയി ചട്ടുകം നക്കണം. ഇത് ഓപ്ഷണലാണേ. പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്നതാണ് ശരിയായ പാകം. ഞങ്ങൾക്ക് കുറച്ച് ലൂസായി തന്നെ വേണം. പുട്ടിന് കോമ്പിനേഷൻ ആക്കാൻ അതാ നല്ലത്. ചൂട് മാറാതെ അത് ഉള്ളിലാക്കിയാലേ സമാധാനമാകൂ. അങ്ങനെ ഈ സീസണിലെ ഒരു കുട്ടി ചക്ക കഥ ഇവിടെ തീർന്നു.